മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6-ലെ 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഗുണിതങ്ങളും ഘടകങ്ങളും, മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. എല്ലാ ചോദ്യങ്ങളും, ആ പാഠഭാഗങ്ങളിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം, 8ന്റെ ഗുണിതങ്ങൾ ഏതെല്ലാം സംഖ്യകളുടെ ഗുണിതങ്ങളാണ്? അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുന്നത് ഏതെല്ലാം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് കൂടിയാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ മൾട്ടിപ്പിൾസ് വേറെ ഏതെല്ലാം നമ്പറിന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ നമ്മൾക്കൊരു ഈ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 8ന്റെ മൾട്ടിപ്പിള് ഗുണിതം എന്ന് പറയുന്നത് എന്തൊക്കെയാ വരിക? 8, 16, 24, 32. നമുക്കറിയാലോ 8ന്റെ മൾട്ടിപ്പിള് എന്ന് പറഞ്ഞാൽ 8ന്റെ ടേബിള് ചൊല്ലാൻ നിങ്ങൾക്ക് എല്ലാവരും അറിയാം. അതൊക്കെ 8ന്റെ ഗുണിതങ്ങളായിരിക്കും. 1 8 8, 2 8 16, 3 8 24 എന്നൊക്കെ പറയാറില്ലേ? 1 8 8, 2 8, 16 3 8 24 എന്ന് പറയുന്ന അങ്ങനെ വരുന്നതാണ് ഈ മൾട്ടിപ്പിള്. ഓക്കെ, അപ്പൊ 8ന്റെ മൾട്ടിപ്പിളുകളാണ് 8, 16, 24, 30. ഈ നമ്പറുകള് വേറെ ഏതെല്ലാം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ്. അപ്പൊ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടി? ഈ 8ന്റെ ഗുണിതങ്ങള് വേറെ ഏതൊക്കെ നമ്പറിന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾ ആണ് എന്നറിയുന്നതിന് 8 ഏതെല്ലാം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആണെന്ന് അറിഞ്ഞാൽ മതി. 8 ഏതെല്ലാം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആണെന്ന് അറിഞ്ഞാൽ മതി. ആ മൾട്ടിപ്പിളുകളെല്ലാം, ആ ഗുണിതങ്ങളെല്ലാം ഏതില് വരുന്നുണ്ടാവും? ഇതില് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. 8 എന്ന് കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായല്ലോ. ഇതിന്റെ മൾട്ടിപ്പിള് ഏതിന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാൻ ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാൻ ഇത് 8. അപ്പൊ 8 ഏതിന്റെ മൾട്ടിപ്പിളിലൊക്കെ വരുന്നതാണ്? നോക്ക്, 2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വരും. പിന്നെ 1 × 8 വരും. 1 × 8ന്റെ 8 നമ്മൾ എഴുതിയല്ലോ. 2 × 4 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പോൾ 8നെ നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതി വേറെ ഒരു നമ്പറിൽ. 8നെ നമുക്ക് 1 × 8 എന്നും എഴുതാം, 2 × 4 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ 2 × 2 × 2. അപ്പൊ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 2 × 4 എന്ന് പറയുമ്പോൾ അതിന് 2ഉം വന്നു, 4ഉം വന്നു. ഓക്കെ, അതുകൊണ്ടാണ് 2 × 4 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പൊ 1ന്റെ 8ന്റെ ഇതിന്റെ നമുക്ക് ആവശ്യം നമുക്കില്ല. കാരണം അതിന്റെ മൾട്ടിപ്പിൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം 1ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതെല്ലാം 8ന്റെ മൾട്ടിപ്പിളും കൂടെ ആണ്. നോക്കൂ കുട്ടികളെ, അപ്പൊ 2ന്റെ ഉണ്ട്, 4ന്റെ ഉണ്ട്. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2ന്റെ മൾട്ടിപ്പിൾ ഏതെല്ലാം വരിക? 2, 4, 6, 8, 10 പോലെയുള്ള നമ്പറാണ് 2ന്റെ മൾട്ടിപ്പിൾ വരിക. 4ന്റേത് ഏതെല്ലാം വരും? 4, 8, 12, 16 പോലെയുള്ള നമ്പർ വരും. ഇനി നിങ്ങൾ നോക്കൂ, ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, ഈ 8ന്റെ മൾട്ടിപ്പിളിൽ വരുന്ന നമ്പറുകളെല്ലാം 2ന്റെ മൾട്ടിപ്പിളുകൾ ഉണ്ടാവും. ശരിയല്ലേ? 2ന്റെ മൾട്ടിപ്പിളിൽ 8 വരുന്നുണ്ട്, പിന്നെ വരും 12 വരും, 14 വരും, 16 വരും. കണ്ട, 16 വന്നില്ലേ? 8ഉം 2ന്റെ മൾട്ടിപ്പിളിൽ വരുന്നുണ്ട്, 16ഉം 2ന്റെ മൾട്ടിപ്പിളിൽ വരുന്ന ഗുണിതത്തിൽ വരുന്നുണ്ട്. 4ന്റെ മൾട്ടിപ്പിളിൽ 8 വരുന്നുണ്ട്, കണ്ടില്ലേ? 8 വന്നു. 4ന്റെ മൾട്ടിപ്പിളിൽ 16ഉം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്നതെല്ലാം ഏതിലും കൂടെ വരുന്നതാണ്? 2ന്റേതിലും വരുന്നുണ്ട്, 4ന്റേതിലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാ? 8ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത് 2ന്റെ ഗുണിതത്തിൽ വരുന്നുണ്ട്, 4ന്റെ ഗുണിതത്തിൽ വരുന്നുണ്ട്, 1ന്റെ ഗുണിതത്തിൽ വരുന്നുണ്ട്, 8ന്റെ ഗുണിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതെപ്പോഴും വരും. ഈ 1, 8 എന്ന് പറയുന്നത് എല്ലാത്തിനും വരും. 8ന്റെ മൾട്ടിപ്പിൾ ഏതെല്ലാം വരുന്ന വെച്ചാൽ 1ഉം 8ഉം എല്ലാത്തിനും വരും. 6ന്റെ ഗുണിതം ഏതിൽ വെച്ചാൽ 1ഉം 6ഉം എപ്പോഴും വരും. അത് കൂടാതെയുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 8നെ നമുക്ക് 2 തരത്തിൽ എഴുതാൻ പറ്റും. 2 × 4 ആക്കിയിട്ട് എഴുതാം, 1 × 8 ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 8ന്റെ ഗുണിതങ്ങൾ ഏതെല്ലാം നമ്പറിന്റെ ആണ് എന്ന് ചോദിച്ചാല് ആൻസർ വരുന്നത് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതും ഈ രീതിയിൽ എഴുതാം. ഇതൊന്നും എഴുതണമെന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ വിശദീകരിച്ചു മാത്രമേ ഉള്ളൂ.
അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ആൻസർ വരിക? 8 എന്ന് പറഞ്ഞാൽ 2 × 4 8 × പറഞ്ഞാൽ 1 × 8 അപ്പൊ 8ന്റെ ഗുണിതങ്ങൾ ഏതിന്റെയൊക്കെ ഗുണിതങ്ങൾ കൂടിയാണ്? നമുക്ക് കിട്ടും 1-ൻ്റെതാണ്, 2-ൻ്റെതാണ്, 4-ൻ്റെതാണ്, 8-ൻ്റെയാണ്. ഈ നമ്പറുകളുടെ എല്ലാം ഗുണിതങ്ങൾ കൂടിയാണ്. അപ്പൊ 8ന്റെ ഗുണിതം, ഈ 8ന്റെ ഗുണിതം 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ? 8ന്റെ മൾട്ടിപ്പിൾ ആരുടെയൊക്കെ എന്നാണ് ചോദിച്ചത്. 8ന്റെ മൾട്ടിപ്പിൾ ആരുടെ? 8ന്റെ എപ്പോഴും ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ 1, 2, 4 അതിൽ പ്രധാനപ്പെട്ടത് 2, 4 എന്ന് പറയുന്ന നമ്പറുകളാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ 10ന്റെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 1 × 10 എന്ന് പറഞ്ഞിട്ട് 1 എഴുതാം. പിന്നെ 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എഴുതാം. അപ്പൊ 10ന്റെ മൾട്ടിപ്പിള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ന്റെ ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് കാണാം. 10ന്റെ മൾട്ടിപ്പിൾ ഏതിന്റെ എല്ലാം എന്ന് ചോദിച്ചാൽ അപ്പൊ ആൻസർ എന്ത് വരും? 10ൻ്റെത് വരും, പിന്നെ 1ൻ്റെത് വരും, 2ൻ്റെത് വരും, 5ൻ്റെ വരും. ഓക്കെ, അപ്പൊ 1, 2, 5, 10 രണ്ടാമത്തെ ആൻസർ. ഇനി 12ന്റെ ഗുണിതം ഏതിന്റെ എല്ലാം ഗുണിതമാണെന്നാണ് അടുത്തത് കണ്ടുപിടിക്കുന്നത്. 12നെ എങ്ങനെ എഴുതാം? 12 എന്ന് പറഞ്ഞാല് 1 × 12 എന്ന് എഴുതാം. 12 എന്ന് പറഞ്ഞാല് 3 × 4 എന്ന് എഴുതാം. അപ്പൊ 12ന്റെ ഗുണിതങ്ങള് ഏതിന്റെ എല്ലാം ഗുണിതങ്ങൾ കൂടിയാണ്? അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. 1 എഴുതാം, 3 എഴുതാം, 4 എഴുതാം. 12 എഴുതാം, പക്ഷെ 12ന്റെ മൾട്ടിപ്പിൾ എപ്പോഴും 12ന്റെ ആയിരിക്കുമല്ലോ. അപ്പൊ 12 കൂടാതെ ഏതിന്റെയൊക്കെ ആയിരിക്കും എന്ന് വെച്ചാല് നമുക്ക് ആൻസർ പറയാൻ പറ്റും. എന്താണ് ആൻസർ പറയാൻ പറ്റുക? ഏതെല്ലാം? 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, 1ഉം 3ഉം 4ഉം. അപ്പൊ 12നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് എഴുതുക. അതിൽ 12നെ എഴുതേണ്ടതില്ല, കാരണം 12ന്റെ മൾട്ടിപ്പിള് ഏതിന്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ന്റെ കൂടി ആയിരിക്കുമല്ലോ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് 12ഉം കൂടെ അതില് കൂട്ടിച്ചേർക്കാമെന്ന് മാത്രം. ഏത് നമ്പറും അതിന്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. എന്താണ് കണ്ടുപിടിച്ച വഴി? ആ നമ്പറിനെ 2 നമ്പറുകളായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് ആ എഴുതുന്നതാണ് എന്ത് വരുന്നത്? 2 വ്യത്യസ്ത നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് ഈ തന്നിരിക്കുന്ന നമ്പർ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇനി ഇപ്പൊ വേറൊരു നമ്പർ പറഞ്ഞു വിചാരിച്ചോ, 21 പറഞ്ഞു വിചാരിച്ചോ. അപ്പൊ എങ്ങനെ എഴുതാം? 1 × 21 ആണ് 21, 3 × 7 ആണ് 21. അപ്പൊ നമുക്ക് ആൻസർ 21 ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആന്ന് വെച്ചാൽ നമുക്ക് ആൻസർ പറയാം. 1 പറയാ, 3 പറയാ, 7 പറയാ, വേണമെങ്കിൽ 21 നമുക്ക് ആൻസർ ആക്കിയിട്ട് പറയാം. അപ്പൊ ഇത് ഏതിന്റെയൊക്കെ ഘടകമാണോ അവയൊക്കെ എന്ത് വലിയ നമ്പറിന്റെ ഘടകങ്ങളായിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ആരെയാണ്? 3ഉം 7ഉം ആണ് പറയേണ്ടത്. കാരണം 1ഉം 21ഉം ആ നമ്പർ 21 പറയുമ്പോൾ 1, 21 എപ്പോഴും ആയിരിക്കും. അപ്പൊ അത് കൂടാതെ വരുന്ന നമ്പറുകളാണ് 3, 7. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇനി പേജ് 85 രണ്ടാമത് അതിൽ 6 സബ് ക്വസ്റ്റ്യൻസ്, ചെറിയ ചോദ്യങ്ങളുണ്ട്. ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും, നിങ്ങൾക്ക് അവിടെ കാണാം. എന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണം. ട്രൂ ആണെങ്കിൽ എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ എഴുതണം. ഫോൾസ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ വിത്ത് എക്സാമ്പിൾ നമുക്കത് പറയാൻ പറ്റണം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അറിയുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കുട്ടികൾ അറിയണം. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. ഒരു 20 ഉണ്ട് കുട്ടികളെ, ഒരു 10 ഉണ്ട് അല്ലെ. 20ന്റെ ഗുണിതങ്ങളെല്ലാം 10ന്റെ ഗുണിതങ്ങളാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ അറിയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. വലിയ നമ്പറിന്റെ മൾട്ടിപ്പിള്, വലിയ സംഖ്യയുടെ ഗുണിതങ്ങൾ എല്ലായ്പ്പോഴും ചെറിയ സംഖ്യകളുടെ ഗുണിതങ്ങളായിരിക്കും. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ലാർജ് നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് സ്മോൾ നമ്പേഴ്സ്. ഈ പ്രോപ്പർട്ടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസ്, മനസ്സിലായില്ലേ, ഗുണിതങ്ങളെല്ലാം ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ട്രൂ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വലിയത് ചെറുത് പറയുമ്പോൾ പ്രത്യേകത ശ്രദ്ധിക്കണം. ഈ 20 10 വലുത് ചെറുതാണ്, പക്ഷെ 20 7 എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. 20 ഓൾ നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് വരില്ല. കാരണം എന്താ? 7ന്റെ മൾട്ടിപ്പിൾ 20 വരുന്നില്ല. ഓക്കെ, 20 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ഇല്ലല്ലോ. അപ്പൊ ഒരു നമ്പർ മറ്റൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റും ശരിയും ആയിട്ട് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടത് വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ എപ്പോഴും ചെറിയ നമ്പറിന്റെ ആയിരിക്കും. ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിള് എല്ലായ്പ്പോഴും വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആവില്ല. ഓക്കെ, വലുതിൻ്റെ എപ്പോഴും ചെറുതിൻ്റെതായിരിക്കും. അത് ഓർമ്മിച്ചു വെച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. 20ന്റെ ഗുണിതങ്ങൾ 10ന്റെ ഗുണിതങ്ങളാണ്. 20 വലുതാണല്ലോ, 10 ചെറുതാണല്ലോ. അപ്പൊ 20ന്റെ ഗുണിതങ്ങളെല്ലാം വലുതിന്റെ എല്ലാം എങ്ങനെയായിരിക്കും? ലാർജ് നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് സ്മോൾ നമ്പേഴ്സ്. വലിയ സംഖ്യയുടെ ഗുണിതങ്ങൾ ചെറിയ സംഖ്യയുടെ ഗുണിതമായിരിക്കും. ഇത് വലിയയുടെ ഗുണിതാണ്, ചെറിയതിന്റെ ഗുണിതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. വലുതിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ചെറുതിന്റെ മൾട്ടിപ്പിൾസ് ആണ്, ഗുണിതം ആണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സാമ്പിൾ എഴുതാം. 20ന്റെ ഗുണിതം ഏതല്ല വരിക? 20, 40, 60, 80. അറിയാലോ, രണ്ടിന്റെ എഴുതിയിട്ട് 0 ചേർത്ത് എടുത്താൽ മതി. 10ന്റെ ഗുണിതം നോക്കിക്കോ, 10, 20, 30, 40, 50, 60 ഇങ്ങനെ പോവും. 10ൻ്റെത് നോക്കിയാൽ 20ന്റെ എല്ലാം അതിൽ വരുന്നില്ലേ നോക്കിയാൽ. ഈ 20 ഇതിലുണ്ട്, ഈ 40 ഇതിലുണ്ട്, ഈ 60 ഇതിലുണ്ട്. ഇനി 80, അപ്പുറം 80 ഉണ്ടാവും. 70, 80 കൊണ്ട് ഇവിടെ ഉണ്ടാവും, 80 ഇവിടെയുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് വരുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്നതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾ എല്ലാം ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? ഇതിന്റെ മൾട്ടിപ്പിൾ ആണ്. അതിന്റെ എക്സാമ്പിളും നമ്മൾ ഇവിടെ എഴുതി. അതിന്റെ റീസൺ എന്താണ്? റീസൺ ആണ് ഈ പറഞ്ഞത് എഴുതേണ്ടത്. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ലാർജ് നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് സ്മോൾ നമ്പേഴ്സ്. വലിയ സംഖ്യകളുടെ ഗുണിതങ്ങളെല്ലാം ചെറിയ സംഖ്യകളുടെ ഗുണിതങ്ങളാണെന്നില്ല ഈ എക്സ്പ്ലനേഷൻ വിശദീകരണം ഇവിടെ എഴുതി ചേർത്താൽ ഒന്നാമത്തേന് ഫുൾ ആയി, ആൻസർ ആയി. ഓക്കെ, രണ്ടാമത്തെ നോക്ക്. 10ന്റെ ഗുണിതങ്ങളെല്ലാം 20ന്റെ ഗുണിതങ്ങളാണ്. ഇംഗ്ലീഷ് പറഞ്ഞാല് മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആണോ? ചെറുതിന്റെ ഗുണിതങ്ങളെല്ലാം വലുതിന്റെ ഗുണിതായിരിക്കോ? നോ, ചെറുതിൻ്റെതാവില്ല. കാരണം 10 ചെറുതാണ്, 10 സ്മോൾ ആണ്, ചെറുതാണ്. അപ്പോ ചെറുതാണ്. അപ്പോ ഇതെന്താണ്? ലാർജ്, വലുതാണ്, വലുത്. അപ്പൊ ചെറുതിൻ്റെത് ഗുണിതങ്ങളെല്ലാം വലുതിന്റെ ഗുണിതം എന്ന് പറയാൻ പറ്റുമോ? വലുതിൻ്റെത് ചെറുതിൻ്റെത് പറയാൻ പറ്റും. ചെറുതിന്റെ ഗുണിതെല്ലാം വലുതിന്റെ ഗുണിതാവെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതല്? ഈ എഴുതിയ എക്സാമ്പിൾ എഴുതിയാൽ മതി. 10ന്റെ ഗുണിതം നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇവിടെ ചേർത്താൽ മതി. 10, 20, 30, 40, 50 ഇങ്ങനെ പോവും. 20ൻ്റെതോ 20, 40, 60, 80 ഇങ്ങനെ പോവും. അപ്പൊ നോക്ക്, 10ന്റെ മൾട്ടിപ്പിള് 10 ഉണ്ട്. 10 ഏതിലില്ല? ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 20. അപ്പൊ തന്നെ എക്സാമ്പിൾ ശരിയായില്ലേ? 10 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 20. 30 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 20. 30 ഇതിലില്ലല്ലോ, 30 ഇതിലില്ലല്ലോ. അപ്പൊ 10, 30 ഏതില് വരുന്നില്ല? 20ന്റെ ഗുണിതത്തിൽ വരുന്നില്ല. അപ്പോ 10 and 30 does not include a multiples of 20. 10ഉം 20ഉം 30 ഏതിൽ വരുന്നില്ല? 20ന്റെ ഗുണിതത്തിൽ വരുന്നില്ല. അല്ലെങ്കിൽ 10 and 30 are not multiples of 20 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി 15ന്റെ ഗുണിതങ്ങളെല്ലാം 5ന്റെ ഗുണിതാണ്. ശരിയോ തെറ്റോ? 15 വലുതാണല്ലോ, 5 ചെറുതാണല്ലോ. അപ്പൊ വലുതിൻ്റെതെല്ലാം ചെറുതിൻ്റെതായിരിക്കൂലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. ഒന്നാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റ്, മൂന്നാമത്തത് ശരി. അതിന്റെ കാരണം എന്താ? അതിന്റെ ശരിയാകുമ്പോ 15 വേണം എക്സാമ്പിൾ എഴുതാം. എന്തൊക്കെയാണ് വരിക? 15, 30, 45 ഇങ്ങനെയാണ് വരിക. 5ന്റെ ഇത് വരും 5, 10, 15, 20, 25, 30 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നോക്ക്, 15 30 ഇതിലുണ്ട്, 45 അത് നീട്ടിപ്പോയാൽ 45, 45 പെടും. അപ്പൊ നമുക്ക് അതിന്റെ റീസൺ എന്താണ്? റീസൺ ഇതന്നെയാണ്. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ലാർജ് നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് സ്മോൾ നമ്പേഴ്സ്. വലിയ സംഖ്യയുടെ എല്ലാം ഗുണിതങ്ങള് ചെറിയ സംഖ്യകളുടെ ഗുണിതങ്ങളാണ്. ഇത് വലുത്, ഇത് ചെറുത്, അതുകൊണ്ട് ട്രൂ. ഇത് വലുത്, ഇത് ചെറുത്, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. 15ഉം 3ഉം 15 അല്ലേ വലുത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അതിന്റെ റീസൺ എന്താണ്? അതിന്റെ റീസൺ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ഓക്കെ, ഈ എഴുതിയിട്ട് കാര്യം എഴുതി വെച്ചാൽ മതി.
അഞ്ചാമത്തത്. അഞ്ചിൻ്റെതെല്ലാം 15ൻ്റെതാണോ? അല്ല. കാരണം എന്തുകൊണ്ടാണ്? 5 ചെറിയ നമ്പറാണ്, 15 വലിയ നമ്പറാണ്. അപ്പൊ നമുക്ക് തിരിച്ചിട്ട് റീസൺ എഴുതിയാൽ മതി. എന്ത് എഴുതിയാൽ മതി? ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് സ്മോൾ നമ്പേഴ്സ് ആർ നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് ലാർജ് നമ്പേഴ്സ്. ഇതിന് നേരെ തിരിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അതായത് ചെറിയ നമ്പറിന്റെ ഗുണിതങ്ങളെല്ലാം വലിയ നമ്പറിന്റെ ഗുണിതങ്ങളാവില്ല. ചെറിയ സംഖ്യയുടെ ഗുണിതങ്ങളെല്ലാം വലിയ, എഴുതി വെക്കണേ, കാരണം എഴുതി വെക്കണേ, ചെറിയ സംഖ്യകളുടെ ഗുണിതങ്ങളെല്ലാം വലിയ സംഖ്യയുടെ ഗുണിതങ്ങൾ ആവില്ല. നോക്കിക്കോ, ചെറുതിന്റെ ഗുണിതം 5, 10, 15, 20, 25, 30. ഇതിന്റെ എന്താ വരിക? 15, 30, 45. ഇതല്ലേ 15 കൂട്ടി 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 പോയാൽ മതി. അപ്പൊ നോക്കിയാൽ 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഇല്ല. 10 ഇവിടെ ഉണ്ട്, 10 ഇവിടെ ഇല്ല. അപ്പൊ 5ഉം 10ഉം ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 5ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതത്തിൽ ഉണ്ടാവുക? ഇല്ല. അപ്പൊ അതിന്റെ കാരണം എന്താ എഴുതാൻ പറ്റും? ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് സ്മോൾ നമ്പേഴ്സ് ആർ നോട്ട് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ലാർജ് നമ്പേഴ്സ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 5, 10 നോട്ട് എഴുതില്ല ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 15. ഓക്കെ, അപ്പൊ ആ കാരണം പറഞ്ഞിട്ട് 5, 10 ഇവ 15ന്റെ ഗുണിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യം പഠിച്ചു വെച്ചാല് വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി ഇത് നോക്ക്, 3ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങളാണ്. ശരി. എന്തുകൊണ്ട്? 3 ചെറുതാണ്, 15 വലുതാണ്. ഓക്കെ, ചെറുതിന്റെ ഗുണിതെല്ലാം വലുതിന്റെ ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെച്ചാൽ അതിന്റെ കാരണവും ആയി. ഇനി എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നിങ്ങൾ 3ന്റെ ഗുണിതം ഒരു 15 വരെ എഴുതുക. 3, 6, 9, 12, 15 ഇങ്ങനെ എഴുതുക. 15ന്റെയോ? 15, 30, 45 മതി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഗുണിതല്ല ഇതിലുണ്ടാവുക? ഇല്ല. 3 ഇല്ല, 6 ഇല്ല, 9 ഇല്ല, 12 ഇതൊന്നും ഇതിലില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 15. 3ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങൾ അല്ല. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നു മനസ്സിലാക്കുന്നു. വലുതിൻ്റെതെല്ലാം ചെറുതിൻ്റെതാണ്, എന്നാൽ ചെറുതിൻ്റെതെല്ലാം വലുതിൻ്റെതാവില്ല. ഓക്കെ, അതിന്റെ കൃത്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി പേജ് 88 5 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഈ നമ്പറുകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതണം. അതായത് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ ഗുണിച്ചെഴുതുന്ന മാതിരി എഴുതണം. ഓക്കെ, എന്താണ് പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ 24നെ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ അഭാജ്യ സംഖ്യ 2 ആണ്. അപ്പൊ 24നെ നിങ്ങൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. കാരണം 2, 12, 24 അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 24ന്റെ പകുതി എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ആരോ മാതിരി ഇട്ടിട്ട് ഒരു ഭാഗത്ത് 2, ഒരു ഭാഗത്ത് 12. ഇനി 12 ഒരു ഇരട്ട ആയതുകൊണ്ട് അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2നെ പിന്നെ ചെയ്യണ്ട കേട്ടോ. ഈ ഇടത് ഭാഗത്ത് എഴുതിനൊന്നും ചെയ്യണ്ട, വലത് ഭാഗത്തില്ല, വീണ്ടും ചെയ്യുക. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോ അത് എത്ര വരും? 6 വരും. കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 6നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? 2 കൊണ്ട് വീണ്ടും ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. ശ്രദ്ധിക്കുക കുട്ടികളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലേക്ക് വരേണ്ട പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്ന നമ്പറുകൾ ഏതെല്ലാം ആയിരിക്കും എന്ന് ചോദിച്ചാല് 2, 3, 5, 7 പോലെയുള്ള നമ്പറുകളാണ് പൊതുവെ വരുന്നത്. 2, 3, 5, 7 പിന്നെ 11 വേണമെങ്കിൽ വരാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ 2, 3, 5, 7 എന്നുള്ള നമ്പറുകളെ കൊണ്ടാണ് നമ്മൾ ഇടത് ഭാഗത്ത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൽ 2 ഉണ്ട്, പിന്നെ വീണ്ടും 2 ഉണ്ട്, പിന്നെയും 2 ഉണ്ട്, പിന്നെ ലാസ്റ്റിൽ 3 ഉണ്ട്. ഇനി 3 ലാസ്റ്റിൽ വന്നാൽ പിന്നെ ചെയ്യണ്ട.
ഇതിലത്തെ നമ്പറുകൾ ഏതെങ്കിലും ഏറ്റവും അവസാനം എത്തിയാൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക. അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. എന്ത് ചെയ്താൽ മതി അറിയോ? ഈ നമ്പറുകളെ മാത്രം നമ്മൾ ആൻസർ ചെയ്യാൻ എടുക്കും. മനസ്സിലായില്ലേ? ഈ അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പറിനെ മാത്രം, ഇതും ഇതിന്റെ അവസാനം വരുന്ന അതും, ഏറ്റവും ലാസ്റ്റിൽ ഇതിലേതും വന്നാൽ മാത്രമേ നിർത്താൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ എന്താ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, 2 2 2 3. ഇതെല്ലാം ചേർത്ത് എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. അപ്പൊ എന്തിനാണ് എഴുതുന്നത്? വെറും അഭാജ്യ സംഖ്യകൾ മാത്രം. ഓക്കെ, ഇനി അതേപോലെ 35 നമുക്ക് നോക്കാം. 35 ഞാൻ ഇവിടെ എഴുതാം. 35 നമുക്കറിയാം 2 കൊണ്ട് ആവില്ല. 3 35 പോവില്ല, 36 വരണം. 3 ശരിയാവില്ല. അപ്പൊ 5 അവസാനം ഉണ്ടായതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിലത്തെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിലുള്ള നമ്പറിനെ കൊണ്ട് മാത്രം ഇപ്പുറം എഴുതാൻ പാടുള്ളൂ. 35ന് 5 കൊണ്ട് എഴുതാൻ നമുക്ക് എത്ര കിട്ടും? 7. എന്താ കാരണം 5നെ കൊണ്ട് 7 എഴുതേണ്ട കാരണം എന്താ? അതിന്റെ കാരണം? അതിന്റെ കാരണം ഈ 5 പ്രൈം നമ്പർ ആണ്, 7 പ്രൈം നമ്പർ ആണ്. 5 7 മൾട്ടിപ്ലൈ ചെയ്താൽ 35 കിട്ടും. ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോക്ക്, ഇവിടെ 7 വന്നു, അഭാജ്യ സംഖ്യയിലെ 7. അപ്പൊ ഇത് അഭാജ്യ സംഖ്യയിൽ പഠിച്ചു വെക്കണം. ഇവര് ഈ അറ്റം അവസാനം വന്നാൽ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് എഴുതിയത്? ഇവിടെ എഴുതുമ്പോ 12 വന്നത്, 12 പ്രൈം അല്ല. ഇവിടെ എഴുതുമ്പോ 6 പ്രൈം അല്ല. ഇവിടെ എഴുതുമ്പോ 3 പ്രൈം. അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതേമാതിരിയാണ് ഇവിടെ 5 വരുമ്പോ ഇവിടെ 7 വന്നു, കഴിഞ്ഞു. അപ്പൊ ഏതെല്ലാം ഗുണിച്ചാ മതി? ഇതും ഗുണിച്ചാ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനെടുത്തിട്ടില്ലോ, ഇതെന്തുകൊണ്ടാണ് നേരത്തെ എടുക്കാതിരുന്നത്? ഇത് പ്രൈം നമ്പർ അല്ല, അഭാജ്യ സംഖ്യ അല്ല. അഭാജ്യ സംഖ്യ ആയാൽ പിന്നെ വീണ്ടും ആരോ മാർക്കിനുണ്ട. ഇപ്പുറം അഭാജ്യ ആയാല് വലത്ത് പ്രൈം നമ്പർ വന്ന പിന്നെ ഇടണ്ട. നോക്ക്, ഇവിടെ വന്നു, ഞാൻ പിന്നെ ഇട്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആയി. അപ്പൊ 35നെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 7, അത്രയേ ഉള്ളൂ. 36നെ നമുക്ക് എഴുതാം. 36 എന്ന് പറയുമ്പോ കുട്ടികളെ 36. നോക്ക്, 36 ഇരട്ടയല്ലേ? ഇരട്ടയാകുമ്പോ നമുക്ക് എത്ര എഴുതാം? 2. അപ്പൊ ഇവിടെ എത്ര? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18. ഇന്നേരെ പകുതി എഴുതാൻ ഓർമ്മിച്ചാൽ മതി. 2 വീണ്ടും 2 ഇരട്ടയല്ലേ? അപ്പൊ 9. 9 നമുക്ക് വീണ്ടും ചെയ്യണം. 2 കൊണ്ടാവില്ല, അപ്പൊ 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോ എത്ര കിട്ടും? ഇവിടെ എത്ര കിട്ടും? 3 3 9 കിട്ടല്. 9. ഇനി വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത് പ്രൈം നമ്പറിൽ എത്തി ലാസ്റ്റ്. അപ്പൊ ഏതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം? ഇത്. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടും 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. 2 2 3 3. അതിന്റെ ആൻസർ ആയി. ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. നോക്ക്, എല്ലാ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാനല്ലേ പറഞ്ഞത്. അപ്പൊ എല്ലാം പ്രൊഡക്റ്റ് ആയിട്ട് വന്നു. 60നെ ഇനി എഴുതണം. 60 ഇരട്ടയാണല്ലോ, ഇവൻ നമ്പറാണ്. നമ്മൾ എത്ര കൊണ്ട് ചെയ്യണം? 2 കൊണ്ടാ ചെയ്യേണ്ട ആദ്യം. അപ്പൊ ഇവിടെ 30 കിട്ടി. വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ ഇത് എത്ര കിട്ടി? 15. ഇനി 2 കൊണ്ടാവൂലല്ലോ, ഒറ്റയല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിക്കിൽ 5 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. 15 നമുക്കറിയാലോ, 3നെ കൊണ്ട് ചെയ്താൽ ഇവിടെ 5 കിട്ടും. അല്ലെങ്കിൽ 5ന് വീട് എഴുതിയാൽ അവിടെ 3 കിട്ടും. എങ്ങനെയായാലും സ്റ്റോപ്പായി. ഇനി ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം അഭാജ്യ സംഖ്യയിലൂടെ എത്തി. അപ്പൊ ഏതെല്ലാം ഗുണിച്ചാ മതി? സിമ്പിൾ പ്രോബ്ലം ആണ്, ശരിക്കും മനസ്സിലാക്കിക്കോ. അപ്പൊ ഏതെല്ലാം ആൻസർ എഴുതിയാ മതി? 60 എന്ന് പറഞ്ഞ ആൻസർ വന്നു 2 2 3 5. കറക്റ്റ്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 5-മത്തേത് 100 ആണ്, 100 ആണ്. 100 നമുക്ക് ഇവിടെ എഴുതാം. 100 എന്ന് പറയുമ്പോ ഇരട്ടയല്ലേ? 2 കൊണ്ട് ഇരട്ടയാണ്, 2 കൊണ്ട് ചെയ്യാം കേട്ടാ. ഓക്കെ, ആദ്യം 2 കൊണ്ട് അതാണ് ചെയ്യാം. ബാക്കി എത്ര? 50. വീണ്ടും 2, കാരണം 15 ഇരട്ട ഈവൺ ആണ്. അപ്പൊ ഇവിടെ 25. ഇനി 2 കൊണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പൊ ഇവിടെ 5, ഇവിടെ 5. 25 ആകുമ്പോ 5 കൊണ്ട് ചെയ്യാലോ. അതാണ് സ്റ്റോപ്പായി. 5 അഭാജ്യല്ലേ? ആയി. അപ്പൊ ഏതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നോക്ക, ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? നോക്ക, 2 2 5 5. അപ്പൊ ഇതെല്ലാം എന്തായി? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുന്നു. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഉയർന്ന ക്ലാസ്സിലും നമുക്ക് ഈ ആശയം വെച്ചിട്ട് ഇതുമാതിരി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരും ഉയർന്ന ഹയർ ക്ലാസ്സിൽ. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. എന്തുകൊണ്ടാണ് 2 കൊണ്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇവിടെ 5 കൊണ്ട് ചെയ്തത്,
അപ്പൊ അങ്ങനെയുള്ള ഓരോ റീസണും കൃത്യമായി പഠിക്കുക. പഠിച്ചിട്ട് അവയെല്ലാം ലാസ്റ്റില് പ്രൈം നമ്പർ എഴുതുന്നവരെ ചെയ്യുക. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അഭാജ്യ സംഖ്യ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഗുണിക്കാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ. നമ്പർ 89 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. 72 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതണം. അങ്ങനെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അറിയേണ്ടത് ഇങ്ങനെയാണ്. 72 നമ്മൾ ആദ്യം ഇരട്ട നമ്പർ ആയതുകൊണ്ട് ഇരട്ടയോ ഒറ്റയോ ഒന്ന് ഫസ്റ്റ് നോക്കുക. ഇവണാണോ ഇരട്ടയാണോ നോക്കുക. അപ്പൊ അത് നോക്കിയിട്ട് ഇരട്ടയാണെങ്കിൽ 2 എഴുതുക. ഇവിടെ 2 എഴുതിയ കുട്ടികളെ എപ്പോഴും 2 കൊണ്ട് ഹരിച്ചാൽ വരുന്നത് എന്താ? ഈ നമ്പറിന്റെ ഹാഫ് ആയിരിക്കും. അത് ഒന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 72ന്റെ പകുതി 36. 70-ന് 35 ആവുമ്പോ 72-ന് 36. വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യുക, ഇരട്ടയാണ്. അപ്പൊ ഇതിന്റെ പകുതി 18. വീണ്ടും 2 കൊണ്ട് ചെയ്യുക, അപ്പൊ കിട്ടുന്നത് 9. 9-ന് 2 ഉണ്ടാവില്ലല്ലോ, അപ്പൊ 3 കൊണ്ട് ചെയ്യുക, കഴിഞ്ഞു. ഇവിടെ അഭാജ്യ സംഖ്യ വന്നു, പ്രൈം നമ്പർ വന്നു, അപ്പൊ അവസാനിച്ചു. അപ്പൊ ഏതെല്ലാം ചെയ്യാം? 1 2 3 4 5. അപ്പൊ 72ന്റെ ആൻസർ എന്ത് വരും? 2 2 2 പിന്നെ 3 3. നോക്കിയാൽ 1 2 3 4 5. 1 2 3 4 5. കറക്റ്റ്, സിമ്പിൾ അല്ലേ? ഇനി അതേമാതിരി 105-ന് ചെയ്യാം നമുക്ക്. 105. 105-ന് 2 ഉണ്ടാവൂലല്ലോ, അപ്പൊ 5 കൊണ്ടാവും. കൂടുതൽ ആലോചിക്കേണ്ടത് നിങ്ങൾ. 5 അവസാനം ഉണ്ടല്ലോ, അപ്പൊ 5-നെ കൊണ്ട് ചെയ്യാം. 100-ലാണെങ്കിൽ 25 വരുമല്ലോ. 100-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 20 കിട്ടും. അപ്പൊ 101 5 ആവുമ്പോഴോ 21 വരും. 21-നെ പിന്നെ എങ്ങനെ ചെയ്യാം? 3 എഴുതാം, 7 എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം 3 ചെയ്യേണ്ടതെന്ന്. 3 ചെയ്യാൻ അറിയുന്ന കുട്ടികൾ 3 ചെയ്തോളൂ. ഓക്കെ, 105-നെ 3 കൊണ്ട് ചെയ്തോളൂ. അപ്പൊ 35 കിട്ടും അവർക്ക്. ഓക്കെ, എങ്ങനെയായാലും ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെ ആ 3-ൻ്റെത് സംശയമുള്ള കുട്ടികളാണ് ഞാൻ ഈ പറഞ്ഞ 5 വെച്ച് ചെയ്താലും മതിയെന്ന്. അഭാജ്യ സംഖ്യ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതിലല്ല ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ 5 3 7. അപ്പൊ നമുക്ക് അതിന്റെ ക്രമത്തിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? 3 × 5 × 7 അല്ലെ 5 × 3 × 7. രണ്ടും ശരി തന്നെ. ഓക്കെ, ഇനി 144-ന് എഴുതുന്നേ. അത് ഞാൻ കുറച്ച് ഇപ്പുറം എഴുതാൻ. 144. 144 പറയുമ്പോൾ 2 കൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 72 കിട്ടും. 144-ന്റെ പകുതി 72 അല്ലേ? 2 കൊണ്ട് 72-ന്റെ പകുതി 36 കിട്ടും. 36-നെ വീണ്ടും 2, അപ്പൊ നമുക്ക് 18 കിട്ടും. 18-നെ വീണ്ടും 2, അപ്പൊ നമുക്ക് 9 കിട്ടും. 9-നെ നമുക്ക് 3 3 എന്ന് എഴുതാം. അതായത് 72-ന്റെ നേരത്തെ ഇവിടെ ഉണ്ട്, അപ്പൊ ഇതിവിടെ കോപ്പി ചെയ്താലും മതി. ഈ 72-ന് ചെയ്ത തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അപ്പൊ ആൻസർ എത്ര വരും? 2 2 2 2. എത്ര 2? 1 2 3 4. 2 ഇൻറ്റു എത്ര? 3. ഒരു 3. അപ്പൊ അതിന്റെ ആൻസർ ആയി. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചേ, ബൈഹാർട്ട് പഠിക്കണ്ട. 330. അപ്പൊ 330-ന് ആദ്യം 2. അപ്പൊ എത്ര വരല്? 330-ന്റെ പകുതി 165. അതെങ്ങനെയാ കിട്ടുക? 300-ന്റെ പകുതി എത്ര? 300-ന്റെ പകുതി നമുക്കറിയാം 150. 300-ന്റെ പകുതി 150. 30-ന്റെ പകുതിയോ 15. അപ്പൊ 150-ഉം 15-ഉം കൂടെ കൂട്ടിയാൽ മതി, 165. അപ്പൊ ഇനി 5 കൊണ്ട് ചെയ്യാം. 165-നെ നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 33 കിട്ടും. അപ്പൊ അല്ലേ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലെ ആ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. 165-നെ 5 കൊണ്ട് ചെയ്യുക. ഓക്കെ, 165-നെ 5 കൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള നമുക്ക് ആൻസർ നമുക്ക് ആ തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു 20 എന്ന് എഴുതുക. 20 എന്ന് എഴുതിയ ഇവിടെ 100 എന്ന് എഴുതുക. അപ്പൊ ഇവിടെ 65 എന്ന് എഴുതുക. 65 എന്ന് എഴുതിയിട്ട് എത്ര എഴുതുക? ഒരു 10 എന്ന് എഴുതുക. 5 10 50 എന്ന് എഴുതുക. ബാക്കി 15 എന്ന് എഴുതുക. 15 എന്ന് എഴുതിയിട്ട് 5 വരുമ്പോൾ ഇവിടെ 3 എന്ന് എഴുതുക. 15 0. അപ്പൊ 20-ഉം 10-ഉം 30-ഉം 3-ഉം നമുക്ക് കിട്ടും 33. കറക്റ്റ് അല്ലേ? ആ 33-നെ 3 കൊണ്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 11 കിട്ടും. 11 3 33. 11 × 3 33. ഓക്കെ, അപ്പൊ ഇതാ 11 നിർത്തി. 11 അഭാജ്യാണ്. അപ്പൊ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടുന്നത് 2 5 3 11. അതിന്റെ ക്രമത്തിൽ എഴുതിക്കോ. അപ്പൊ എഴുതുമ്പോ 2 × 3 × 5 × 11. വലിപ്പ ക്രമത്തിൽ എഴുതുമ്പോ ആ ഓർഡറിൽ എഴുതുന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ നമുക്ക് ഫുൾ മാർക്കായി. കാര്യങ്ങൾ കൃത്യം മനസ്സിലായി.
ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് 900, 900 ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പകുതി 450. 450 വീണ്ടും 2 കൊണ്ട് എനിക്ക് കിട്ടുന്നു 225. 225 5 കൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്നത് 45. എന്താ കാരണം? ഇങ്ങനെയും ചെയ്യാം. 225 പറഞ്ഞാല് 200ഉം 25ഉം കൂട്ടിയല്ലേ 200ന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 40 കിട്ടും. 25ന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ 40 5 45. ആ 45നെ വീണ്ടും 5 കൊണ്ട്, അപ്പൊ ഇവിടെ 9 കിട്ടും. 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ആൻസർ ആയി. 3ൽ അവസാനിച്ചു. അപ്പൊ ആൻസർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എഴുതുക. ചേർത്തിട്ട് എഴുതുമ്പോ എന്താ വരിക? 2 2 2 2 ഇൻറ്റു 3 എത്രണ്ണം? 2 3. ക്രമത്തിൽ എഴുതുന്നോണ്ടാണ്. പിന്നെ 2 5 ആൻസർ ആയി. വെരി, ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ വന്നു. കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിലായിരിക്കും ചെറിയ പ്രയാസം ഉണ്ടാവുക. അതൊന്ന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഏതൊരു നമ്പറിനെയും നമുക്ക് ഇതേമാതിരി എഴുതാൻ കഴിയും. ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ.